음. പ്രേയർ ചൊല്ലട്ടെ? രണ്ട് മിനിറ്റ് നോക്കാടാ. എല്ലാരും ജോയിൻ ചെയ്യുന്നുള്ളൂ. Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. മിസ്. Good afternoon, ma'am. Good afternoon. Okay, നിങ്ങൾ prayer എല്ലാം കഴിഞ്ഞു? ഇല്ല മിസ്. ഇല്ല മിസ്സേ. Okay, please. പ്രേയർ ചൊല്ലട്ടെ മിസ്? ഹൃദയരാഗതന്ത്രിനീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാലും ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈശ്വരങ്ങൾ കീർത്തനങ്ങളാകണി ചൂടുവയ്ക്കും ഈ പദങ്ങൾ ഒത്തലോലമാകണി കുഞ്ഞു വീടിയും കലങ്ങൾ സ്വർഗമാകണി അമ്മ നൽകുമെന്നു പോലും അമൃതമാകണി പൂർണ്ണമീചരാചരങ്ങൾ ഒരു വരങ്ങളാകണി ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും
വർണ്ണഭൂമി തളിരിടുന്നു വർണ്ണമേകിയും. താങ്ക് യു മിസ്. Thought of the day. Dream, dream, dream. Dreams transform into thoughts and thoughts result in action. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു, ചിന്തകൾ പ്രവൃത്തിയിൽ കലാശിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം. സൈനിങ് അനിമോൾഡി ആണ്. ഞാൻ ചെറിയതായിട്ടൊരു മോട്ടിവേഷണൽ ടോക്കാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട ഫ്യൂച്ചർ ടീച്ചേഴ്സ്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു ജോലി മാത്രമല്ല, നിങ്ങൾ തിരഞ്ഞെടുത്തത് ലോകത്തെ മാറ്റുന്ന ഒരു ദൗത്യമാണ്. ഒരു അധ്യാപകൻ പാഠപുസ്തകത്തിലെ പാഠങ്ങൾ മാത്രം പഠിപ്പിക്കുന്നവനല്ല. അധ്യാപകൻ ലജ്ജാശീലനായ കുട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്നു, ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥിക്ക് പ്രതീക്ഷ നൽകുന്നു, വഴിതെറ്റിയവന് സ്വപ്നങ്ങൾ നൽകുന്നു. ഇന്ന് ലോകത്തെ നയിക്കുന്ന എല്ലാ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും നേതാക്കളും ഒരിക്കൽ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന കുട്ടികളായിരുന്നു. അവരിൽ ആദ്യം വിശ്വസിച്ചത് ഒരു അധ്യാപകനായിരുന്നു. ചില ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷീണിതരാകാം, നിങ്ങളുടെ പരിശ്രമത്തിന് വിലയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഇതോർക്കുക, ഒരു അധ്യാപകന്റെ സ്നേഹപൂർവമായ ഒരു വാക്ക് പോലും ഒരു കുട്ടിയുടെ ജീവിതം മാറ്റാം. ഒരു പാഠം ഒരു ജീവിതകാല സ്വപ്നത്തിന് തുടക്കമാകാം. ഒരു അധ്യാപകൻ 1000 വിജയ കഥകൾക്ക് കാരണമാകാം. നിങ്ങൾ കയ്യിൽ പിടിക്കുന്നത് ചോക്കോ പേനയോ ആയിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ പിടിച്ചിരിക്കുന്നത് ഹൃദയങ്ങളും മനസ്സുകളുമാണ്. നിങ്ങളുടെ ക്ഷമ കുട്ടികളെ ശാസന പഠിപ്പിക്കും. നിങ്ങളുടെ പ്രോത്സാഹനം ധൈര്യം വളർത്തും. നിങ്ങളുടെ പെരുമാറ്റം പുസ്തകങ്ങളെക്കാൾ വലിയ മൂല്യങ്ങൾ പഠിപ്പിക്കും. സ്വയം ചെറുതാക്കി കാണരുത്. നിങ്ങൾ വെറും അധ്യാപകരല്ല, നിങ്ങൾ സമൂഹത്തിന്റെ ശില്പികളാണ്, സ്വപ്നങ്ങളുടെ നിർമ്മാതാക്കളാണ്, അടുത്ത തലമുറയുടെ വഴികാട്ടികളാണ്. സ്നേഹത്തോടെ പഠിപ്പിക്കുക, ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുക, ലക്ഷ്യബോധത്തോടെ പഠിപ്പിക്കുക. കാരണം നിങ്ങൾ വിഷയമല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഒരു ഭാവി സൃഷ്ടിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മഹത്തായ ദൗത്യത്തിലേക്ക് സ്വാഗതം. നന്ദി. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്തായിരുന്നു? ലോ ഓഫ് വർക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? തുടങ്ങിയോ? സ്റ്റാർട്ട് ചെയ്തു മിസ്സേ. നമ്മള് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ് എടുത്തോണ്ടിരിക്കുന്നത്. അത് പാർട്ട് 3 അല്ലേ? ഞാൻ ചോദിച്ചു പാർട്ട് 4 സ്കൂൾ ഓർഗനൈസേഷൻ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ്. അത് നമ്മള് സ്റ്റാർട്ട് ചെയ്തില്ല മിസ്സേ. തുടങ്ങിയിട്ടില്ല. ഞാനൊരു 10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ് തന്നിരുന്നു മിസ്സേ. സർവേയുടെ ഡീറ്റെയിൽസ് തന്നു. സർവേ നേരത്തെ തന്നിരുന്നല്ലേ മിസ്സേ? നേരത്തെ തന്ന അസൈൻമെന്റ് അല്ലേ? ചൈൽഡ് കെയർ ഒരു 32 ക്വസ്റ്റ്യൻസ് ഹെൽത്ത് ആൻഡ് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവേ തന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഒരു റിപ്പോർട്ട് പോലെ തയ്യാറാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർവേ ഉണ്ട്. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനിൽ 50 മാർക്കാണ്. അത് തന്നിട്ടുണ്ടോ? തന്നില്ല മിസ്സേ, തന്നില്ല. സോ സർവേ ആൻഡ് പ്രോജക്ട് ഒരു മിനി റിസർച്ച് പോലെ, ഇത് നിങ്ങളൊരു റിപ്പോർട്ട് പോലെ എഴുതണം. അപ്പൊ റിപ്പോർട്ട് എഴുതേണ്ട ഫോർമാറ്റ് ഞാൻ പറയാം. അതിനു മുമ്പ് സർവേ എന്താണെന്നും അതിൽ ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടാണ് നമ്മൾ സർവേ ചെയ്യിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനെയറിന്റെ ഒരു ഷീറ്റ് ഉണ്ടാവും, ആ ഷീറ്റ് കൊടുക്കണം. അതിൽ 4 കോളംസ് ഉണ്ട്. അതിൽ ഏതാണോ ഇപ്പൊ പാരന്റ്സിന്റെ കയ്യിലാണ് കൊടുക്കേണ്ടത്, പാരന്റ്സ് ഏതാണോ ടിക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് ഡേറ്റ കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്.
ഇനി നമ്മളൊരു മിനിമം 5 പാരന്റ്സിന്റെ അടുത്ത് നിന്നാണ്. ഇപ്പൊ ഇതിനകത്ത് പ്രീ സ്കൂൾ എന്നാണ് എഴുതിയേക്കണേ, നിങ്ങളത് നോക്കണ്ട. ഏത് ഏജിലുള്ള കുട്ടികളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാം. അഡോളസൻസ് ആയാലും കുഴപ്പമില്ല, വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളോ ഒന്നും കുഴപ്പമില്ല, ചെറിയ ക്ലാസ്സിലെ ഏതുമാകാം. ഇനി ഡേറ്റ് കളക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരേപോലുള്ള സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരുടെ കളക്ട് ചെയ്യരുത്. ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരായിരിക്കണം. വില്ലേജ്, ടൗൺ, പിന്നെ പാരന്റ്സ് 2 പേരും വർക്കിംഗ് ആയിട്ടുള്ളവര്, ഒരാള് മാത്രം വർക്കിംഗ് ആയിട്ടുള്ളത്, സിംഗിൾ പാരന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ പാരന്റ്സ് കൂടെയില്ല, ഗ്രാൻഡ് പാരന്റ്സോ വേറെ ഏതെങ്കിലും കെയർ ഗീവേഴ്സ് ആണ് നോക്കുന്നത്, അങ്ങനെ, പിന്നെ നാട്ടിലുള്ളവര്, നാട്ടിന് പുറത്ത് ജീവിക്കുന്നവര്, അങ്ങനെയൊക്കെ, അങ്ങനെ പല പല സ്റ്റാറ്റസിൽ ജീവിക്കുന്നവരുടെ ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും. ക്വസ്റ്റ്യനിയർ ഇതാണ്, ഞാനത് കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യനിയറിൽ ഏകദേശം ഒരു 35 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് അത്ര ഏതെങ്കിലുമൊക്കെ അത്ര റെലവന്റ് അല്ല, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ഓക്കെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഈ സർവേ ചെയ്യുന്ന പലരും ഉണ്ട്. ഇതിങ്ങനെ നിർത്താൻ പറ്റില്ല, ഇതിങ്ങനെ കാലാകാലങ്ങളിൽ ഇതിന് വല്ലതും ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂടുതൽ കുട്ടികളുടെ ചെയ്യുന്നവരുണ്ട്. ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ അവർക്ക് അവരുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരുടെ വീട്ടിൽ കൊടുത്തു വിടാലോ, പാരന്റ്സിനോട് ഒന്ന് ടിക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ ആരുടെയും പേരൊന്നും ചോദിക്കുന്നൊന്നുമില്ല. സർവേയിൽ നമുക്ക് ഡേറ്റ കളക്ഷൻ മാത്രമേ ഉള്ളൂ, പേരൊന്നും വേണമെന്നില്ല. പേരൊക്കെ എഴുതുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കാണാം. കുട്ടിക്ക് ഇനഫ് പ്രോട്ടീൻ ഉള്ള ഫുഡ് ആണോ കൊടുക്കുന്നത്? 4 ഓപ്ഷൻസ് ഇതാണ്. യെസ്, നോ, സംടൈംസ്, നോട്ട് ഷുവർ. അല്ലെ, ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയായിരിക്കും, ചില കാര്യങ്ങൾ നമുക്ക് ചില സമയത്തായിരിക്കാം, ചില കാര്യങ്ങളെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് 4 ഓപ്ഷൻസ് കൊടുത്തത്. പിന്നെ ഈസ് ദ ചൈൽഡ് ഗിവൺ പ്രൊട്ടക്റ്റീവ് വാക്സിനേഷൻ, ശരിയായ രീതിയിലുള്ള വാക്സിനേഷൻ ആണോ കുട്ടിക്ക് കൊടുക്കുന്നത്? പിന്നെ ഇനഫ് പ്ലേയിങ് ടോയ്സ് കൊടുക്കുന്നുണ്ടോ? ആർ ദി പെർമിറ്റഡ് ടു പ്ലേ വിത്ത് നൈബേഴ്സ് ചിൽഡ്രൻ, അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് നമ്മൾ പെർമിഷൻ കൊടുക്കാറുണ്ടോ? കുട്ടികളെ ഔട്ടിങ്ങിന് കൊണ്ടുപോകാറുണ്ടോ? കുട്ടികൾ നല്ല ഗുഡ് മാനേഴ്സിൽ ബിഹേവ് ചെയ്യുമോ? ഗസ്റ്റ് വരുമ്പോ ചിലർ പറഞ്ഞേക്കാം, ഗസ്റ്റ് വരുമ്പോൾ നാണം കിടത്തി എന്നൊക്കെ പറയണ കേൾക്കാറുണ്ടല്ലേ. ഗസ്റ്റ് വരുമ്പോ കുട്ടികൾ നല്ല രീതിയിലാണോ പെരുമാറുന്നത്? കുട്ടികൾ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടോ വീട്ടിലും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോഴും? ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടോ? ടീച്ചറുടെ ഒപ്പീനിയൻ കുട്ടിയെ കുറിച്ച് നല്ലതാണോ? ഡസ് ദ ചൈൽഡ് മേക്ക് ക്വാറൽ വിത്ത് സിബ്ലിങ്സ് കൂടപ്പിറപ്പുകളായിട്ട്, സിബ്ലിങ്സുമായിട്ട്, ചേട്ടൻ, ചേച്ചി, അനിയത്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടോ? ഈസ് ദ ചൈൽഡ് ഹാപ്പി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഹൗസ്, വീടിനകത്തും പുറത്തും കുട്ടി ഹാപ്പിയാണോ? കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ട്രെയിൻഡ് ടീച്ചറാണോ? പിന്നെ കുട്ടിക്ക് റെസ്റ്റ് ചെയ്യാനും അതുപോലെ എന്റർടൈൻമെന്റ് അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വീട്ടില് സമയം കൊടുക്കാറുണ്ടോ? പിന്നെ സ്കൂൾ അഡ്മിഷൻ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു? ഈ ഗാർഡിയൻസ് അല്ലെങ്കിൽ പാരന്റ്സ് സ്കൂളിലെ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? ഒരു മീറ്റിംഗ് നടത്തിയാലോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? പിന്നെ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് കുട്ടികളുടെ ഇൻട്രസ്റ്റും ടേസ്റ്റും കൺസിഡർ ചെയ്യാറുണ്ടോ? പിന്നെ ടീച്ചർ കുട്ടിയുടെ ബിഹേവിയറിനെ പറ്റി നമ്മളോട് പാരന്റ്സിനോട് ഡിസ്കസ് ചെയ്യാറുണ്ടോ? പിന്നെ കുട്ടിയുടെ നല്ല ക്യാരക്ടർ, നല്ല പ്രവൃത്തി, അതിനെല്ലാം നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ടോ? ഒരു അപ്രൈസ് എല്ലാം വെരി ഗുഡ് എന്നൊക്കെ പറയാറുണ്ടോ? അങ്ങനെ. പിന്നെ എഡ്യൂക്കേഷണൽ എക്യുപ്മെന്റ് പഠിപ്പിക്കാൻ സ്കൂളില് യൂസ് ചെയ്യാറുണ്ടോ? പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? പിന്നെ സ്കൂള് ഏതെങ്കിലും രീതിയിലുള്ള ക്രിയേറ്റീവ് ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? ഡസ് ദ ചൈൽഡ് ഫോളോ എ ഡെയിലി റൊട്ടീൻ ടൈം ടേബിൾ, കുട്ടിക്ക് നല്ലൊരു ടൈം ടേബിൾ ഉണ്ടോ? ചില പാരന്റ്സ് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും അല്ലെ. പിന്നെ കുട്ടിയുമായിട്ട് ഇരുന്ന് TV കാണാറുണ്ടോ? പിന്നെ വീട്ടിൽ വടിയുണ്ട്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂളിലുണ്ടോ? അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് ഹോംവർക്ക് കൊടുത്തിടാറുണ്ടോ? ഹോംവർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? കുട്ടിയെ ഫിസിക്കൽ പണിഷ്മെന്റ്, അതായത് കുട്ടിയെ അടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ പണിഷ്മെന്റ് കൊടുക്കാറുണ്ടോ?
പിന്നെ മറ്റു കുട്ടികളും അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളുമായിട്ട് കുട്ടിയെ കമ്പയർ ചെയ്യാറുണ്ട്. കമ്പാരിസൺ രണ്ട് രീതിയിൽ നടക്കൂലേ? കമ്പയർ ചെയ്യും, പക്ഷെ കുട്ടികൾ കേൾക്കുകയോ അറിയുകയോ ചെയ്യില്ല. പക്ഷെ കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ നീ അവനെ കണ്ടുപിടിക്കുക, അവളെ കണ്ടുപിടിക്കുക, ആ രീതിയിൽ. ഡു യു സ്പീക്ക് അബൌട്ട് ദ എബോവ് കമ്പാരിസൺ ഇൻ ഫ്രണ്ട് ഓഫ് ദ ചൈൽഡ്? അല്ലെങ്കിൽ വേറെ ആളുകളോട് കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ കമ്പാരിസൺ പറയുന്നതോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഡസ് ദ ടീച്ചർ ഓർ എനിബഡി ഫ്രം ദ സ്കൂൾ പണിഷ് ദ ചൈൽഡ് ഫിസിക്കലി ഓർ മെന്റലി? അപ്പോ സ്കൂളിലുള്ള ആരെങ്കിലും കുട്ടിയെ ഫിസിക്കലി മെന്റലി ആയിട്ട് പണിഷ്മെന്റ് കൊടുക്കാറുണ്ടോ? ടീച്ചറോട് അത്തരം പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ഗാർഡിയൻ നിങ്ങൾ പറയാറുണ്ട്, നല്ല അടി വെച്ച് കൊടുക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഡു യു ഗീവ് യുവർ മൊബൈൽ നമ്പർ അതർ ദാൻ സ്റ്റഡി പർപ്പസ് ടു ദ ചൈൽഡ്? മൊബൈൽ നമ്പർ അല്ല, മൊബൈൽ കുട്ടികൾക്ക് പഠിക്കാനല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പൊ കളിക്കാനോ അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് മൊബൈൽ കൊടുക്കാറുണ്ടോ? വെദർ ദ ചൈൽഡ് ഓൺ എനി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്? കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടോ? മൊബൈലോ ഐപാഡോ ടാബോ അങ്ങനെ എന്തെങ്കിലും, ലാപ്ടോപ്പോ? വിൽ യു കൺസിഡർ ദ ചൈൽഡ്സ് ഒപ്പീനിയൻ, ടേസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് വൈൽ ടേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് ഹിസ് ഓർ ഹെയർ ഫ്യൂച്ചർ? ഭാവിയിൽ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്, അതായത് ഇപ്പൊ എന്ത് കോഴ്സിന് വിടണം, ഏത് ജോലി റിലേറ്റഡ് കോഴ്സിന് വിടണം, അങ്ങനെയുള്ളത് കാര്യത്തില് കുട്ടിയുടെ ഒപ്പീനിയൻ, ടേസ്റ്റ്, താല്പര്യം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു. ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ യു ക്യാൻ ഡിലീറ്റ്. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഡോക്യുമെന്റിലായിരിക്കും അയക്കുന്നത്. ഒരു പേജിലാണ് ആ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അത് പ്രിന്റ് എടുത്തിട്ട് 5 പേരെയാണ്, മിനിമം 5 പേര്, എത്ര പേരെങ്കിലും ആവട്ടെ, 5 അവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഷീറ്റ് ഒന്ന് കൊടുക്കുക, അവരത് ഫില്ല് ചെയ്തോളും. ചിലർക്ക് പിന്നെ വായിച്ചത് മനസ്സിലാക്കി ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വായിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ചോദിച്ച് അതിനനുസരിച്ച് നമുക്ക് ടിക്ക് ചെയ്യോ അങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. ഇനി അത് ഡേറ്റ കളക്ഷൻ മാത്രമേ ആയുള്ളൂ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, ഒരു പ്രോജക്ട് റിപ്പോർട്ട്. അത് ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ, വീട്ടിൽ ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ഞാനൊരു ഫയൽ ചെയ്തിട്ടാണ് റിപ്പോർട്ട് ചെയ്യാൻ ചെയ്തത്. എനിക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി നോട്ട്ബുക്കിൽ ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പേജസ് ഭയങ്കര കാര്യമായിട്ട് വാരി വെച്ചൊന്നും എഴുതില്ല, നമുക്ക് ആ പോയിന്റ്സ് മാത്രമേ എഴുതിയാൽ മതിയല്ലോ. ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ തന്നെ ഒരു ഫ്രണ്ട് ഷീറ്റ് ചെയ്യണം. ഞാൻ എത്ര ഭംഗിയായിട്ടുള്ളതായിട്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട് ഷീറ്റ്. അതിൽ ടോപ്പിക് ടൈറ്റിൽ കൊടുക്കുക സർവേ ആൻഡ് പ്രോജക്ട് ബ്രാക്കറ്റിൽ മിനി റിസർച്ച്. താഴെ കോർണറിലായിട്ട് സബ്മിറ്റഡ് ബൈ നിങ്ങളുടെ പേരും ബാച്ചിന്റെ പേരും കൊടുക്കാം. മുകളിൽ ഓരോന്നും എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പാരഗ്രാഫില്. മിസ് അറിയാണ്ട് സ്മൈലി വന്നാണ്, ഏതാ അറിയാണ്ട് ഇമോജി വന്നു പോയതാന്ന്. ഞാൻ കണ്ടില്ല, ഞാനതൊന്ന് സ്ക്രീൻ എടുക്കുമായിരുന്നു. ഓക്കെ, സോ ഫ്രണ്ട് ഷീറ്റ് അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഷീറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രിഫൈസ് എഴുതും. നമ്മൾ എന്ത് ബുക്ക് വായിക്കുമ്പോഴും കാണാല്ലേ ഒരു ആമുഖം, ആ ബുക്ക് എഴുതാനുണ്ടായ ഒരു സാഹചര്യം. ഓക്കെ, അപ്പൊ ഈ സർവേ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സർവേയുടെ ഇങ്ങനത്തെ ഒരു സർവേയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ആമുഖം എഴുതണം, പ്രിഫൈസ്. ഞാൻ എഴുതിയത് വായിക്കാം. As time passes, the method for adapting childcare in home is different. In earlier days, the method was different compared to nowadays. It is different according to each person's also. In this survey, different aspects and different views can be seen. Within certain limitation, the child could enjoy his or her freedom. ഇത്രയുമാണ് ഞാൻ പ്രിഫേഴ്സിൽ എഴുതിയത്. നമുക്കത് എന്തുകൊണ്ടാണ് ഈ സർവേ ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്? അപ്പൊ ഒരു ബുക്ക് എഴുതുമ്പോൾ അവർ എഴുതുമല്ലോ ഈ ബുക്ക് എഴുതാനുണ്ടായ സാഹചര്യം എന്തിനാണ്, എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ള അതുപോലെ. ഇനി നെക്സ്റ്റ് പേജിൽ നമുക്ക് ഒരു ഇൻഡെക്സ് പേജ് വേണം. ആദ്യം ആമുഖം എഴുതിയിട്ട് കഥയിലൊക്കെ ചിലരുടെ കഥകളിലൊക്കെ കാണാലോ ഒരു ഇൻഡെക്സ് പേജില് 1, 2, 3 8 ഏതൊക്കെ കഥകളാണ് ഏതൊക്കെ പേജിലാന്നുള്ള രീതിയിൽ. അതുപോലെ ഒരു ഇൻഡെക്സ് പേജ് ആണ് നെക്സ്റ്റ് പേജിൽ വേണ്ടത്.
ആ ഇൻഡെക്സ് പേജിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡർ അനുസരിച്ച് വേണം അടുത്ത പേജുകളിൽ വരാൻ. എന്റെ പേജ് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുക, ലൂസായിട്ടിരിക്കണേ. ഇൻഡെക്സ് പേജ് എന്ന് അറിയാലോ, കണ്ടന്റ്സ്. കണ്ടന്റ്സിന് ഹെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഡെക്സ് പേജിന് ഹെഡിങ് കൊടുക്കുക. കുറെ നാളും മുമ്പ് എഴുതിയതല്ലായിരുന്നു, എന്റെ ക്ലാരിറ്റി ഒക്കെ പോയി, കയ്യിൽ നിന്നൊക്കെ അത് വിട്ടുപോരുക. ക്ലാരിറ്റി എനിക്ക് കാണുമ്പോൾ ക്ലിയർ ആണ്, പക്ഷെ എനിക്ക് നിങ്ങൾ കാണിക്കുമ്പോൾ വീഡിയോയില് ഞാൻ പേജ് എടുത്ത് കാണിക്കാതായിരിക്കും നല്ലത്. ഇങ്ങനെ ഇൻഡെക്സ് പേജ് ഇങ്ങനെ എഴുതുക ഓരോന്നായിട്ട്. ഇൻഡെക്സ് പേജിൽ പിന്നെ വരുന്ന ആ ഓർഡറിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. ഫസ്റ്റ് വൺ നിങ്ങൾ എഴുതാൻ പോകുന്നത് എയിം ഓഫ് ദ പ്രോജക്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ, ഈസ് ദ ചൈൽഡ് കെയർ ഇൻ അവർ ഹോം സയന്റിഫിക്? അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ അത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ചൈൽഡ് കെയർ ഇൻ ഹോംസ് സയന്റിഫിക്. അത് ഇത്രയും മാത്രമേ ഞാൻ എയിം ഓഫ് ദ പ്രോജക്ട് എഴുതുള്ളൂ. ഭയങ്കര കാര്യമായിട്ട് അങ്ങനെ വലിച്ചുവാരി എഴുതേണ്ട ആവശ്യമില്ല, അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം. ഏറ്റവും സിമ്പിൾ ആയിട്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തത് മെത്തേഡ്. നിങ്ങൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ സർവേ ചെയ്തത്? അപ്പം ഞാൻ എഴുതിയത്, ഞാൻ വീടുകളിൽ നേരിട്ട് പോയി കളക്ട് ചെയ്യായിരുന്നു. എല്ലാവർക്കും വീട്ടിൽ നേരിട്ട് പോയി കളക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ ഫോൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? നിങ്ങൾ എന്ത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ ഈ ഡേറ്റ കളക്ഷൻ ചെയ്തത് അതിനനുസരിച്ച് വേണം ആ മെത്തേഡ് എന്നുള്ളതിൽ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഷീറ്റ് വെച്ചു, പിന്നെ പ്രിഫൈസ്, ആമുഖം, പിന്നെ ഇൻഡെക്സ് പേജ്, കണ്ടന്റ്സ് എന്ന് വരുന്നത് ഇൻഡെക്സ് പേജ് വെച്ചു. അടുത്തത് എയിം ഓഫ് ദ പ്രോജക്റ്റ് ആയിരുന്നു. പിന്നെ ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത മെത്തേഡ്, അതാണ് നെക്സ്റ്റ് വൺ. അടുത്തതില് അനാലിസിസ് എന്നാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ഇതിനകത്ത് അനാലിസിസ് അല്ല, കളക്ഷൻ എന്നുള്ള അതാണ് അടുത്തത് വരണ്ടേ കേട്ടോ. അടുത്തത് കളക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അനാലിസിസ് കൊടുക്കാം. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ 5 പാരന്റ്സിനെ മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ 5 പാരന്റ്സിനെ ഫോൺ ചെയ്ത് ആ ഷീറ്റിൽ ഡേറ്റ കളക്ട് ചെയ്തല്ലോ, ആ ഷീറ്റാണ് വെക്കേണ്ടത്. കളക്ഷൻ എന്നുള്ളടത്ത് ആ ഷീറ്റ് 5 പേരാണെങ്കിൽ 5 പേരുടെ, 10 പേരാണെങ്കിൽ 10 പേരുടെ, അങ്ങനെ അത്രയും ഷീറ്റ്സ് ആണ് വെക്കേണ്ടത്. ഇനി അടുത്തത് അനാലിസിസ്. ഇത്രയും ആളുകളുടെ ഡേറ്റ കളക്ട് ചെയ്ത് അതിൽ നിന്നും നിങ്ങൾ എന്ത് അനലൈസ് ചെയ്തു, അതാണ് നമ്മൾ അനാലിസിസിൽ എഴുതേണ്ടത്. ഞാൻ 5 പേരുടെയാണ് ഞാൻ വിസിറ്റ് ചെയ്തത്. 5 പേരില് എനിക്ക് ഒരാൾ ഒഴിച്ചു ബാക്കി എല്ലാവരും കുട്ടികളുടെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് അവരുടെ താല്പര്യങ്ങൾ, ഈവൻ ഒരു ഡ്രസ്സ് വാങ്ങുമ്പോഴാണെങ്കിലും അവരുടെ താല്പര്യങ്ങളൊക്കെ നോക്കി, ഒരു ബാഗ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോഴും അവരുടെ ബാഗ് അതൊക്കെ താല്പര്യമൊക്കെ നോക്കി ചെയ്യുന്ന പാരന്റ്സിനെയാണ് കിട്ടിയത്. ഒരാൾ മാത്രമാണ് മാറി ചിന്തിച്ചത്. ആ ഒരാൾ എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, ഞങ്ങൾ നഴ്സറി തുടങ്ങി ഒരുമിച്ച് പഠിക്കുന്നതാണ്. അപ്പൊ എനിക്ക് അവളുടെ ചൈൽഡ്ഹുഡ് നല്ലപോലെ അറിയാം. അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, കാരണം അവളുടെ ചൈൽഡ്ഹുഡ് ഭയങ്കര ബിറ്ററായിരുന്നു. ബിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി ഫിസിക്കലി അവളെ പണിഷ് ചെയ്യായിരുന്നു അവളുടെ പാരന്റ്സും അവളുടെ ഗ്രാൻഡ് പാരന്റ്സും. നമുക്കൊന്നും ആ പ്രായത്തിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ലൈക്ക് ചട്ടകം പഴുപ്പിച്ച് വെക്കുക, ഈ ഇടികല്ല് വെച്ചിട്ട് കയ്യിലിട്ട് ഇടിക്കുക, അങ്ങനെയൊക്കെ അവളുടെ മുത്തശ്ശി ചെയ്യണേയും കണ്ടിട്ടുണ്ട് ഞാൻ. നമുക്ക് എന്തൊരു ദുഷ്ട സ്ത്രീയാണെന്നൊക്കെ തോർക്കും. അവർക്ക് പണ്ട് രാജകുടുംബം ഉണ്ടായിരുന്ന സമയത്ത് ഈ മുത്തശ്ശി അവിടുത്തെ ജോലിക്കാരിയായിരുന്നു. അങ്ങനെ അവർക്ക് പെൻഷനൊക്കെ കിട്ടും. ഈ രാജകുടുംബത്തില് ഈ ജോലിക്കൊക്കെ പോണവർക്ക് പിന്നെ പെൻഷൻ കിട്ടുമല്ലോ ഗവൺമെന്റിന്റെ. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ത്രീയായിരുന്നു. എനിക്കിട്ട് ഭയങ്കര ദേഷ്യം തോന്നുമായിരുന്നു അവർക്ക്. അവര് വയ്യാണ്ടായിരുന്നപ്പോഴും ഉള്ള തന്നെയായിരുന്നു നോക്കിയിരുന്നത്. എനിക്ക് അതൊക്കെ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അന്ന് ഇങ്ങനെയൊക്കെ ആ കുട്ടിയെ പണിഷ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇവള് അങ്ങനെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ്. മാരേജ് ലൈഫ് ഷീ ഈസ് വെരി ഹാപ്പി. ഇവളുടെ ഹസ്ബൻഡ് ആണ്. 3 കുട്ടികളുണ്ട്, 2 ബോയ്സും ഒരു മോളും താഴെ. പക്ഷെ ഇവളുടെ ചൈൽഡ്ഹുഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഇവളും കുട്ടികളുടെ ഇഷ്ടം നോക്കരുത്, നമ്മളുടെ ഇഷ്ടത്തിന് വേണം അവരെ വളർത്താനായിട്ട്. കാരണം അങ്ങനെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മള് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അടിക്കുക മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കര സിവിയർ ആയിട്ടുള്ള പണിഷ്മെന്റ് ഒന്നുമില്ല. അതും മുന്നിലേ കണ്ടേ ഉള്ളൂ. പിന്നെ വലുതായപ്പോഴൊക്കെ ഭയങ്കര കൂട്ടം അമ്മയും മക്കളും, അങ്ങനെ വലിയ ഏജ് ഡിഫറൻസ് ഇല്ല. 19 years ആയപ്പോ കല്യാണം കഴിച്ചാണ്. അപ്പൊ അങ്ങനെ അവള് പറയുന്നത് നമ്മളുടെ ഇഷ്ടത്തിന് അവരെ വളർത്തണം, അല്ലെങ്കിൽ അവർ സ്പോയിൽ ആയി പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അത്യാവശ്യം ഇടപെടാൻ പറ്റുന്ന ഒരു ഫാമിലി, നമുക്ക് ഈ സർവേക്ക് പോകുമ്പോൾ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു ഫാമിലി ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക്. അപ്പൊ എനിക്ക് അങ്ങനെ
അങ്ങനെ ഒരു ഫ്രീഡം ഉള്ളത് കാരണം ഞാൻ അവളുടെ ഹസ്ബൻഡുമായിട്ട് നല്ലപോലെ അറിയാം. ഇവർ രണ്ടുപേരും ഇരിക്കുമ്പോഴാണ് ഞാൻ ഡേറ്റ കളക്ട് ചെയ്തത്. കുട്ടികൾ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ മൂത്ത മോൻ ന്യൂസിലൻഡിലും രണ്ടാമത്തെ മോൻ കാനഡയ്ക്ക് പോകാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. മോള് സ്കൂളിലാണ്. അപ്പൊ അതെല്ലാം കുട്ടികളുടെ ഇഷ്ടമായിരുന്നു കേട്ടോ. ഇങ്ങനെ ന്യൂസിലൻഡിൽ പോകണമെന്ന് അവൻ പറഞ്ഞു. അപ്പൊ അവരതിനനുസരിച്ച് കാനഡയിൽ പോകണമെന്ന് അവനും പറഞ്ഞു. അപ്പൊ അങ്ങനെ അനുസരിച്ച് അവർക്ക് വേണ്ടുന്നെല്ലാം ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിലും അപ്പൊ മീൻസ് 2017 അവള് പറയാ അന്ന് കുട്ടികളൊക്കെ പഠിക്കുക, സ്കൂളിൽ പഠിക്കുന്ന ടൈം. അന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പോ ദേ ആർ വെരി ഹാപ്പി ആൻഡ് വെരി ഓക്കെ. ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ടെന്നല്ല, മേ ബി പറഞ്ഞപ്പോ ഒരു സ്പാർക്ക് വന്നിട്ടുണ്ടാവും, മാറി ചിന്തിച്ചിട്ടുണ്ടാവും. പിന്നെ പിള്ളേര് വലുതായി വന്നപ്പോഴേക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കാണുമ്പോഴും അവരുടെ താല്പര്യം കാണുമ്പോൾ അവർ മാറി ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഞാൻ അനാലിസിസ് എഴുതിയത് ഞാനത് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്തു കേട്ടോ. 5 പേരെ ചെയ്തുള്ളെങ്കിലും പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇൻ ദിസ് സർവേ വൺ തിങ് ഷുഡ് നോട്ടീസ് ദാറ്റ് 90% of the parents are willing to support child's needs and desire. But 10% of parents are not ready to accept that. And 10% this oraleയാണ് നമുക്ക് 5 പേരല്ലോ. They are telling like if it is given to child's like and wish, then his future may be spoiled. Some are expressing their feelings that they had some experiences in their childhood. ചില പാരന്റ്സ് ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഇത്രയും കഷ്ടപ്പെട്ടു, എന്റെ പാരന്റ്സ് ഭയങ്കരമായിട്ട് പണിഷ് ചെയ്തു, അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ കുട്ടികളോട് അങ്ങനെ പെരുമാറില്ല. അങ്ങനെയുള്ള പാരന്റ്സ് ഉണ്ട്. ചിലര് ഇങ്ങനെയും ചിന്തിക്കും, എന്നെ പണിഷ്മെന്റ് നൽകിയാണ് വളർത്തിയത്, അതുകൊണ്ട് ഞാൻ പണിഷ്മെന്റ് ചെയ്തേ അവരെ. ഞാൻ വൈവയ്ക്ക് നമ്മുടെ ഒരു ബാച്ചില് 3rd ബാച്ചാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഒരു കുട്ടി വന്നപ്പോ ഞാനിങ്ങനെ സർവേയെ കുറിച്ച് ചോദിച്ചത് അത് എന്നോട് പറഞ്ഞു, മിസ് എന്ത് വിചാരിച്ചാലും ഞാൻ പറയും കുട്ടികളെ അടിച്ചു വളർത്തണം, എന്നാലേ അവര് നന്നാവുള്ളൂ. എനിക്ക് ചിരി വന്നു. ഇവർ ഓക്കെ, ഞാൻ അവരെ അടിച്ചാണ് വളർത്തുന്നത്, അതുകൊണ്ട് അവര് ഭയങ്കര ഡിസിപ്ലിനിൽ വളരെ നല്ല കുട്ടികളായിട്ട് വളരുന്നത്. എന്നെയും അടിച്ചാണ് വളർത്തിയത്, അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു. എന്താ പറയാ, വളരെ നിഷ്കളങ്കമായിട്ടാണ് അത് പറഞ്ഞത്. അപ്പൊ അനാലിസിസ് അതാണ്. ഓക്കെ, അപ്പൊ കളക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ അനാലിസിസ്. കളക്ഷനിൽ നമുക്ക് ഒന്നും എഴുതാനില്ല, ആ ഷീറ്റ് വെക്കാന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഒപ്പീനിയൻ. ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം അഭിപ്രായമാണ്. ആസ് എ മദർ അല്ലെങ്കിൽ ആസ് എ ടീച്ചർ അല്ലെങ്കിൽ വട്ടെവർ ഇറ്റ് ബി. നിങ്ങളിപ്പം വീട്ടില് കുട്ടികളെ ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ അടുത്ത വീട്ടിലുണ്ടാവും, അങ്ങനെ കുട്ടികളുമായിട്ട് ഏതെങ്കിലും രീതിയിലൊക്കെ കണക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എഴുതുക. ഇപ്പോഴത്തെ കാലത്ത് ചൈൽഡ് കെയർ എങ്ങനെയായിരിക്കണം. അത് എഴുതിയത് freedom is the birthright of the human being, so each and every child should give the freedom, but within some limitations. Parents should be there always for supporting, encouraging and guiding them, so that the environment should be comfortable for the kids. ഇത്രയാണ് ഞാൻ എന്റെ ഒപ്പീനിയൻ ആയിട്ട് എഴുതിയത്. It's up to you. നെക്സ്റ്റ് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡണ്ണും സപ്പോർട്ടും ഒരുമിച്ച് എഴുതിയാൽ മതി കേട്ടോ. ഒന്നല്ലെങ്കിൽ സപ്പോർട്ടിന് മാത്രമേ ഹെഡിങ് കൊടുക്കാം, അല്ലെങ്കിൽ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. അത് വേറൊന്നുമല്ല, നമ്മളിപ്പോ ഇത്രയും പാരന്റ്സിന്റെ ഡേറ്റ കളക്ട് ചെയ്തപ്പോ നമുക്ക് ഫീൽ ചെയ്യാണ് ഏതെങ്കിലും ഒരു പാരന്റിന് എന്തെങ്കിലും ഒരു അവയർനെസ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ. അവർ കുറെ കാര്യങ്ങൾ ഇത്തിരി റോങ് ആയിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ അവർക്കൊരു അവയർനെസ് കൊടുക്കണം, നമുക്ക് ഇന്റർവെൻഷൻ നടത്തണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ എഴുതുന്നത്. അതേസമയം നിങ്ങൾക്ക് എല്ലാ പാരന്റ്സും ഓക്കെയാണ്, എല്ലാവരും കുട്ടികളുടെ കാര്യങ്ങൾ നല്ല രീതിയിലൊക്കെ നോക്കുന്നു, നമുക്ക് അങ്ങനെ ഇന്റർവെൻഷന്റെ ആവശ്യമൊന്നുമില്ലെങ്കിൽ നമുക്ക് എഴുതാം ദർ ഇസ് നോ നീഡ് ഓഫ് എനി പ്രോഗ്രസീവ് വർക്ക്സ് എഴുതാം. എനിക്കിവിടെ ഒരാളുടെ അടുത്ത് ഇന്റർവെൻഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഞാൻ അതിങ്ങനെ എഴുതി. Some parents are thinking in very practical way. They are providing good support and guidance. Some of them are moving in a systematic theoretical way. They are leading the kids without seeking their interest. So some awareness making and progressive works to be done. ഇത്രയാണ് ഞാൻ അതിൽ എഴുതി വെച്ചത്. അപ്പൊ ചില ഇടങ്ങളിൽ ഇങ്ങനെ ഒരു അവയർനെസ്സും പ്രോഗ്രസീവ് വർക്ക്സും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡണ്ണും സപ്പോർട്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ കൺക്ലൂഷൻ. നമ്മൾ എന്ത് റിപ്പോർട്ട് എഴുതുമ്പോൾ ഒരു കൺക്ലൂഷൻ എഴുതുമല്ലോ. പ്രോപ്പർ സപ്പോർട്ട് ആൻഡ് പ്രോപ്പർ കെയർ ഷുഡ് ബി ഗിവൺ ടു ദി ചൈൽഡ് ഫോർ ദെയർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ്. കുറെ കാര്യങ്ങൾ അതിനകത്ത് എഴുതാം. സോ ഈച്ച് പാരന്റ് ഷുഡ് ടേക്ക് കെയർ ഓഫ് ദീസ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഷനിൽ കുറച്ച് കാര്യങ്ങൾ എഴുതും. നമ്മള് ഫസ്റ്റ് ഫ്രണ്ട് ഷീറ്റ്,
then preface, പിന്നെ contents അല്ലെങ്കിൽ index page, then aim of the project, പിന്നെ method, then collection, then analysis, പിന്നെ opinion, നമ്മളുടെ സ്വന്തം അഭിപ്രായം, പിന്നെ എന്തെങ്കിലും progressive works ഉണ്ടോ, progressive works to be done, then conclusion. ഇനി സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, പിന്നെ അതിന് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റുകയും ചെയ്യാം. അതുകൊണ്ടാണ് വേർഡ് ഡോക്യുമെന്റിൽ തരുന്നത്. ഇത് ഞാൻ ഷെയർ ചെയ്തേക്കാം. A4 ഷീറ്റിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഫയലിൽ വെക്കുന്നതായിരിക്കും അല്ലേ മിസ്സേ നല്ലത്? ആ അതെ, കാരണം കുറച്ച് എഴുതിയാൽ മതി, വലിയ ഭാര്യ ഒരിക്കലും എപ്പോഴും നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫ് എഴുതുക. കുറെ എഴുതിയാലേ അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. കുറെ എഴുതുമ്പോൾ നമുക്ക് വായിക്കാൻ തോന്നില്ല. അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്യുക. ഇത് സബ്മിറ്റ് ചെയ്യണ്ട കേട്ടോ. ഇത് ഡ്യൂറിങ് ദ ടൈം ഓഫ് വൈവ, ആ സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്. വൈവ സമയത്ത് കൊണ്ടുവരണോ, പ്രോജക്റ്റ് കൊണ്ടുവരണോ? വൈവ നേരിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ വെക്കുമ്പോൾ ചിലർ എല്ലാ വർക്കും ചെയ്തിട്ട് അവിടെ വന്നിട്ട് വൈവ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരും. ആ സമയത്ത് റെക്കോർഡ്, അസൈൻമെന്റ്, ഈ റിപ്പോർട്ട് ഇത്രയും മാത്രം കയ്യിൽ മതി. നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന മാത്രം കൊണ്ടുവന്നാൽ മതി. ബാക്കി ടീച്ചിങ് എയ്ഡ്സ് ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇനിയിപ്പോ മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് എപ്പോഴെന്തായിരിക്കും, അല്ല ഏപ്രിൽ ഫസ്റ്റ്, ആ സമയത്തായിരിക്കും പ്രാക്ടിക്കൽ സെഷൻ വരിക. അപ്പോഴത്തേക്ക് ഞങ്ങൾ വൈവയ്ക്കും കൂടെ റെഡിയാകാൻ വേണ്ടിയിട്ടൊരു പ്രശ്നമില്ല മിസ്സേ. അതാകുമ്പോ രണ്ടും ഒരുമിച്ച് നടക്കുമല്ലോ. അതെ അതെ, അത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ആ പണി അങ്ങ് കഴിയുമല്ലോ, പിന്നെ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. സോ ഇറ്റ്സ് അബൌട്ട് ടു എൻഡ് അപ്പ് യുവർ സെഷൻ. ഇപ്പൊ 13 ബാച്ചിന്റെ മെയിൻ എക്സാം ആണ് ഇനി മാർച്ചിൽ. അവർക്ക് വൈവ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓൾമോസ്റ്റ് പോർഷൻസ് കഴിഞ്ഞു. PG സ്റ്റാർട്ട് ചെയ്യണം, അതും കൂടെ ഉണ്ട്. PG മോസ്റ്റ് പ്രോബബ്ലി ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്? ഇതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ സർവേ? ഇതിന് മുന്നേ ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടല്ലോ, അതിൽ ഓൺ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണ് സംഭവം ഏതാണ്ടത്? എന്താണ് ഓൺ ടൈം ടേബിൾ? സിമ്പിൾ ടൈം ടേബിൾ എഴുതാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഡെയിലി ടൈം ടേബിൾ, നമ്മളുടെ ദിവസം, നമ്മളുടെ റൊട്ടീൻ എങ്ങനെയാണ്, രാവിലെ എണീക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ? മിസ്സേ നമുക്ക് PG ക്ലാസ്സുകൾ എന്തായിരിക്കും മിസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഏപ്രിലായിരിക്കും. ഇപ്പൊ 12, 13, 14 അവരുടെ PG ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുക. മോസ്റ്റ് പ്രോബബ്ലി 15, 16, ചിലപ്പോൾ 17 ഒരുമിച്ചായിരിക്കും. അത് വേറൊരു പാരലലി നിങ്ങളുടെ 15ന്റെ ക്ലാസ് നടക്കും. വേറൊരു ടൈം സ്ലോട്ടിലായിരിക്കും PGയുടെ ക്ലാസ് വരിക. നിങ്ങളുടേനാണല്ലോ പ്രശ്നം. നിങ്ങൾ 1:30 to 2:30 ആണല്ലോ ക്ലാസ്. സാധാരണ PGയുടെ ക്ലാസ് 2:30 തുടങ്ങിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റെഗുലർ ക്ലാസ്സിനെ മാറ്റിയാലും ചിലപ്പോൾ ക്ലാഷ് ആവും. അതേ നോക്കട്ടെ ആലോചിക്കുക. മിസ്സേ, ഈ ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴേ നമ്മളെ കുട്ടികളതും കൂടി എഴുതിക്കൂടെ? നമ്മളെ കുട്ടികളെ പറ്റി എഴുതാൻ പറ്റുമോ? എന്താ മക്കളുടെയോ? എഴുതാലോ. ഓക്കെ. ഇനി ചിലത് ചെയ്യുന്ന ഒരു വീട്ടിലൊരു 2-3 പിള്ളേരുണ്ടെങ്കിൽ അവരെ തന്നെ അങ്ങ് എഴുതും. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ഒരേ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതായിരിക്കുമല്ലോ. നമുക്ക് കാര്യമായ ഒരു കളക്ഷൻ അവിടെ നിന്ന് കിട്ടണമെന്നില്ല. പിന്നെ കുറേ നല്ല ഇന്റർവെൻഷൻ നടന്നിട്ടുണ്ട് കേട്ടോ ഈ സർവേ നടന്ന സമയത്ത്. കാരണം ഇത് സർവേ നമ്മൾ ചെയ്യാനായിട്ട് പാരന്റ്സിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പാരന്റ്സും എന്തെങ്കിലുമൊക്കെ കുട്ടികളുടെ, ഈ കൗമാരക്കാരായ കുട്ടികളുടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ആ ഒരു സമയമാകുമ്പോൾ. ആ പ്രശ്നങ്ങളുമായിട്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും പലരുടെയും ഇതുപോലെ ചെല്ലുന്നത് ഡേറ്റ കളക്ട് ചെയ്യാൻ. ഇവരാരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്ന് പറയാനുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അവർക്കതൊരു ഭയങ്കര ഒരു ആശ്വാസം. അങ്ങനെ ഒരു നല്ലൊരു ഇന്റർവെൻഷൻ നടന്നൊരു കഥ ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടി എന്നോട് ഷെയർ ചെയ്യേണ്ടായത് വൈവ സമയത്ത്. ഈ കുട്ടി ഞാനിപ്പോ പ്രീ സ്കൂളിൽ നിന്ന് എഴുതി, ഇങ്ങനെ നിർബന്ധമൊന്നും പറഞ്ഞില്ല, ഏത് ഏജിലുള്ള കുട്ടികളെ നിങ്ങൾക്ക് ആകാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മോള്, ഒരു 13 വയസ്സുള്ള ഒരു മോളുള്ള വീട്ടില് അതിന്റെ അമ്മയുടെ അടുത്താണ് ചെല്ലുന്നത്. ചെല്ലുമ്പോ അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടില്. അവര് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഇവര് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോവായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഈ പെൺകുട്ടിയെ ആ വീട്ടിലെ ആരോ ഒരാൾ, അത് ഈ അമ്മ തുറന്നു പറയാനില്ല, തുറന്നു പറഞ്ഞു ഇങ്ങനെ, പക്ഷെ ആരോ ഒരാള് അബ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ അമ്മയ്ക്ക് അയാളെ പേടിയാണ്.
പേടി കാരണം, അതായത് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട് കുട്ടിയെയും അമ്മയും. കാരണം ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. അപ്പൊ എന്ത് പറ്റി? വളരെ നിഷ്കളങ്കയായ കുട്ടിയായിരുന്നു. ഇങ്ങനെ ഒരു ട്രിഗർ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ തോട്ട്സും ഫീലിങ്സും ഇതിന്റെ ഇമോഷൻസിന് ചേഞ്ചസ് ആയി തുടങ്ങി. അത് ആൺകുട്ടികളുമായിട്ട് വളരെയധികം ലിമിറ്റിനെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ മിങ്കിൾ ആവാൻ തുടങ്ങി. അപ്പോൾ ചില ബോയ്സ്, ഇത്തിരി നെഗറ്റീവ് സൈഡുള്ള ബോയ്സ് ഉണ്ടാവുമല്ലോ, അവരിതിനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അവരെന്ത് ചെയ്തു? കുട്ടിക്ക് മോശമായ ബുക്കുകളും മോശമായ വീഡിയോസ് ഫോണിൽ അയച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളതൊക്കെ അയച്ചു കൊടുത്ത് അവർക്കൊരു രസം ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യും എന്നറിയാതെ ഈ അമ്മ വിഷമിച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ കുട്ടി ഇങ്ങനെ കൂടുതൽ പഠനത്തിൽ നിന്നൊക്കെ ശ്രദ്ധ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള ബുക്ക് വായിക്കുക, അങ്ങനെയുള്ള വീഡിയോസ് കാണുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയപ്പോ അമ്മ ആകെ ചെയ്യുന്നത് അതിനെ കുതിരെ തല്ലുക എന്നുള്ളതല്ലാതെ ഒരു മാറ്റവും ഇല്ല. അപ്പൊ അങ്ങനെ അവർ വിഷമിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ഈ ട്രെയിനിങ് ചെയ്തത്. അപ്പൊ ഈ നമ്മുടെ ചെന്ന ഈ ട്രെയിനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു അവരുടെ വീടിനടുത്ത്. അപ്പൊ ആ കൗൺസിലറുടെ റെഫറൻസ് കൊടുത്തു. ഇവർ അത്യാവശ്യം റിച്ചുമാണ് ഈ ഫാമിലി. റെഫറൻസ് കൊടുത്തിട്ട് നിങ്ങൾ അമ്മയും മോളും കൂടെ അവിടെ ചെല്ലാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവരവിടെ ചെന്നു. ഞാൻ സർവേ സമയത്ത് സംസാരിക്കുമ്പോൾ 5-മത്തെയോ 6-മത്തെയോ സിറ്റിംഗ് ആയി. അപ്പൊ അമ്മയ്ക്കും സെഷൻ ഉണ്ടായിരുന്നു, മോൾക്കും. കാരണം അമ്മയെ സ്ട്രോങ് ആക്കണം, എന്നാലാണ് മോളെ ഉപദ്രവിക്കുന്ന അയാൾക്കെതിരെ അമ്മ സംസാരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ സെഷൻ കൊടുത്തു, മോൾക്കും കൊടുത്തു. ഇപ്പൊ മോള് ബാക്ക് ടു നോർമൽ, അവള് നല്ലതുപോലെ പഠിക്കുന്നു. അമ്മയും മോളും തമ്മിലുള്ള ബോണ്ടിങ് കൂട്ടാനായിട്ടുള്ള സെഷൻ കൊടുത്തു. അവര് തമ്മിൽ ഭയങ്കര കൂട്ടായി. അമ്മ മറ്റേ വ്യക്തിയുടെ അടുത്ത് വാൺ ചെയ്തു, താക്കീത് ചെയ്തു. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ അറിയിക്കുന്ന രീതിയിൽ, ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിനെ അറിയിക്കുന്ന രീതിയിൽ പറഞ്ഞു. അയാള് പിന്നെ അവരെ ഉപദ്രവിക്കാനും ഒന്നിനും വന്നില്ല, അയാൾ ഒഴിവാവുകയും ചെയ്തു. അങ്ങനെ അമ്മയും മോളും നല്ല ഹാപ്പിയാണ്. ഞാൻ ആ സർവേ വൈവ നടത്തുന്ന സമയത്ത് അവര് അത്രയും സെഷൻസ് കഴിഞ്ഞിട്ടില്ല. കാരണം ആൾക്കാർ എപ്പോഴും 1-2 സെഷൻ കഴിഞ്ഞ് ശരിയാവുമ്പോഴേക്കും ഇവര് പിന്നെ തിരിച്ചു തരില്ല. പക്ഷെ അത് കംപ്ലീറ്റ് ആവണം. അതിന് അവര് നല്ല വില്ലിങ് ആണ്, അവര് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു ഈ അമ്മയും മോളും. അതുകൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ നടന്നു. അങ്ങനെ സർവേയുടെ ഒരു നല്ലൊരു റിസൾട്ട് എന്ന് പറയാൻ അതാണ്. കുറേ കാര്യങ്ങൾ തുറന്നു പറയും നമ്മള് വീടുകളിലൊക്കെ നേരിട്ട് ചെല്ലുമ്പോഴേ. ഷീറ്റ് കൊടുത്താൽ അവര് ജസ്റ്റ് ടിക്ക് ചെയ്ത് നമുക്ക് അയച്ചു തരുള്ളൂ. നമ്മൾ നേരിട്ട് ചെന്നാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അവർ പറയും, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ. അങ്ങനെ ചില കാര്യങ്ങളിൽ നമ്മളുടെ സഹായം അവർ ചോദിക്കും, അഭിപ്രായമൊക്കെ ചോദിക്കും. ഇങ്ങനെ കുട്ടി ഇങ്ങനെ പെരുമാറുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം. അപ്പൊ കുറെയൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും. ഓക്കെ തന്നെ. അപ്പൊ ഇത് ഓക്കെ അല്ലേ? ചെയ്യൂലോ മിസ്? ഇതിന്റെ ഇൻഡെക്സ് പേജ് ഒന്ന് മിസ് ഇടോ? ഇൻഡെക്സ് പേജ് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇടാം. കാരണം എന്റെ ഇൻഡെക്സ് പേജും ഞാൻ എഴുതിയ റിപ്പോർട്ടിന്റെ ഇൻഡെക്സ് പേജും നിങ്ങളുടെ എന്റെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഞാൻ നിങ്ങളുടെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എവിടെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ? ലോ ഓഫ് വർക്കായിരുന്നു മിസ് എടുത്തോണ്ടിരുന്നത്. ശരി കേട്ടോ. ലോ ഓഫ് എന്തായിരുന്നു പറഞ്ഞേ? ലോ ഓഫ് വർക്ക്. ഓക്കെ.
ഓഫ് വർക്ക് പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല മിസ്സേ, മറ്റേ എയിം സബ് ആയിട്ടുള്ള സ്മോൾ ലെറ്ററിൽ കൊടുത്തിട്ടില്ല, സ്മോൾ ലെറ്റർ BC, അത് പറയാനുണ്ട്. അഡൾട്ടിന്റെയും ചൈൽഡിന്റെയും വർക്ക് ആ ഒരു ഡിഫറെന്റ്, ഗ്രോണപ്പും ചൈൽഡും തമ്മിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ്, ഇതല്ലേ നമ്മൾ ഇനി പറയണ്ടേ? ഞാനിപ്പോ എടുത്ത് വെച്ചിരിക്കുന്ന സ്ക്രീൻ അതെ മിസ്, അതെ. ഇത് മുഴുവനും ആരെങ്കിലും ഒന്ന് വായിക്കൂ. ഞാൻ വായിക്കാം മിസ്സേ. The aim of the child's work is not a visible one, but an internal one. That is for self-construction. An adult work to complete an activity. The child work in order to develop through work. He established concentration, high motor development, work habit, and more importantly, his self-concept. B. The child attains a law of maximum effort. To succeed by himself, he boosts his efforts. To develop, he must do it himself, and no one can do it for him. In fact, every support given to a child captures his development. C. Children use the environment to enhance themselves. Adults use themselves to improve the environment. The adult is no longer developing, he has arrived at the norm of the species, but the child is being in a constant state of transportation. He interacts with the environment and receives impressions for his psychic development. D. Children work for the purpose of the process. However, the adult is involved with the end and result. E. The essence of the child work is different from the adult. A child of about 3-5 years who wants to work with the 10 cubes of pink tower on a rug would create 10 separate journeys all over the room. An adult would never act in that way. The child does not hurry as we do towards the end. By following his rhythm, he is able to accurate himself. ഓക്കെ. സോ നമുക്കറിയാം, നമ്മളൊരു കാര്യം ചെയ്യുന്ന പോലെയല്ല ഒരു കൊച്ചുകുട്ടി ചെയ്യുന്നത്. എൻ്റയർലി ഡിഫറെന്റ്. എക്സാമ്പിൾ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ തന്നെ, നമുക്കിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണം, നമ്മൾ ജഗ്ഗിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമ്മൾ കുടിക്കും. നമ്മളെ സംബന്ധിച്ച് എൻഡ് റിസൾട്ട് ആണ്, നമുക്ക് കുടിക്കാനുള്ള വെള്ളം ആവശ്യമാണ്. അല്ലാണ്ട് ജഗ് എടുക്കാൻ പോകുന്നതും ജഗ്ഗിന്ന് വെള്ളം ഒഴിക്കുന്നതൊന്നും നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. നമ്മൾ അതിന്റെ പീക്കിലെത്തിക്കഴിഞ്ഞു. പക്ഷെ കുട്ടികൾക്ക് ആ പ്രോസസ് തന്നെ വളരെ ഇഷ്ടമാണ്. അവരത് എൻജോയ് ചെയ്യും, ആ ഒരു പ്രോസസ്. ആ ഓരോ പ്രാവശ്യവും അവർ ജഗ്ഗിൽ നിന്ന് വെള്ളം എടുക്കുമ്പോഴും ഒക്കെ അവർ ആ പ്രോസസ് എൻജോയ് ചെയ്യാണ്. അതുകൊണ്ട് ഒരിക്കലും അഡൾട്ടിന്റെ വർക്കും കുട്ടിയുടെ വർക്കും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവര് ആ ഒരു ആദ്യത്തെ എ എന്നുള്ള പോയിന്റില് തേർഡ് ലൈനിലെ ലാസ്റ്റ് ഒരു HIE എന്നൊരു ന്യൂ വേർഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈ ഹി പ്രൊനൗൺസിയേഷൻ അങ്ങനെ തോന്നും. അത് പെട്ടെന്ന് മൂവ് ചെയ്യാം. HIE അതിന്റെ പ്രൊനൗൺസിയേഷൻ ജസ്റ്റ് കേട്ടോ. ഹൈ തന്നെയാണ്. പെട്ടെന്ന് മൂവ് ചെയ്യാം, ക്വിക്കിലി, അല്ലെങ്കിൽ പെട്ടെന്ന് യാത്ര നമ്മുടെ ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ധൃതി പിടിച്ചു പോകുന്നത് പോലത്തെ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നതും ഭയങ്കര സ്പീഡിലായിരിക്കും കുട്ടികള്. അവർക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് ഇത്ര ഫോഴ്സ് മതി, ഇത്ര സ്പീഡ് മതി, അങ്ങനെയുള്ള സെൻസ് അവർക്ക് ആയിട്ടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അവർ എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര സ്പീഡിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. നിമിഷ നേരം കൊണ്ടൊക്കെ അങ്ങനെ നമ്മൾ കാണാം അവർ ഓരോന്നൊക്കെ ചെയ്തിട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും മാക്സിമം എഫേർട്ട് അവരെടുക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു മാക്സിമം എഫേർട്ടിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് അപകടങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ജഗ്ഗിന്ന് വെള്ളം ഒഴിക്കുമ്പോൾ കുറെ വെള്ളം തുളുമ്പി പോവും, പുറത്തേക്ക് തെറിച്ചു പോവും, അങ്ങനെ ഇങ്ങനെ. പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടികളുമായിട്ട് കളിക്കുമ്പോൾ അവർ ചിലപ്പോൾ പിടിക്കുന്നതായിരിക്കാം, പക്ഷെ അറിയാതെ തള്ളിപ്പോവും, കുട്ടികൾ വീഴും. ഇവരോട് ചോദിക്കുമ്പോൾ നീ എന്തിനാ തള്ളിയിട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മറുപടി ഇത്രയേ ഉള്ളൂ, എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് നോ എന്നുള്ള രീതിയിലേ പറയുള്ളൂ. കാരണം ആക്ച്വലി അവർ തള്ളാനല്ല ഉദ്ദേശിച്ചത്, പക്ഷെ അവർ പിടിച്ചപ്പോ ഫോഴ്സ് കൂടിപ്പോവും, കുട്ടി വീണു പോവും. അവർ എപ്പോഴും മാക്സിമം എഫേർട്ട് എടുത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
പിന്നെ എപ്പോഴും നമ്മള് കുട്ടി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായി അവനെ അനുവദിക്കണം, പെർമിറ്റ് ചെയ്യണം. നമ്മൾ അത് അവന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കരുത്. മേ ബി ഹി വിൽ ടേക്ക് മോർ ടൈം, ചിലപ്പോൾ കുറെ സമയം എടുക്കുമായിരിക്കും. ഭക്ഷണം കഴിക്കാൻ ഒരു ദോശ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തു, കുറേ സമയം എടുക്കുമായിരിക്കും. ബട്ട് അവൻ ചെയ്യുന്നതാണെങ്കിൽ അത് അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം ഭക്ഷണം കഴിപ്പിച്ച് അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നുള്ളത്. അല്ലാതെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ അവര് ചെയ്യുന്നു. ഇപ്പൊ ഷൂവിന്റെ ലേസ് അല്ലെങ്കിൽ ഷൂ ഇടുന്നു, കുറേ സമയം എടുക്കുമായിരിക്കും. പക്ഷെ ലെറ്റ് ഹിം ഡു എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും സപ്പോർട്ട് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഡെവലപ്മെന്റിനെ തടസ്സപ്പെടുത്തും. അപ്പൊ വലുതാവുമ്പോഴും ഇങ്ങനെയുള്ള കുട്ടികൾ തന്നെ ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതാവും. ചെറുപ്പത്തിലേ അവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അവർ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് അതെല്ലാം അവർക്ക് വളരും. നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് നീ ചെയ്താൽ ശരിയാകില്ല, നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മതി അവരുടെ കോൺഫിഡൻസ് ലെവൽ താഴ്ന്നു പോകാനായിട്ട്. അപ്പൊ അങ്ങനെ അവരെ തന്നെ എൻഹാൻസ് ചെയ്യുക, അവരെ തന്നെ ബൂസ്റ്റ് ചെയ്യണം, അവരെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അഡൽട്സിനെ സംബന്ധിച്ച് ഇനി ബൂസ്റ്റ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും ഒന്നുമില്ല. അവർ അതിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞു. അവർ എൻവയോൺമെന്റിൽ എന്തെങ്കിലും ചെയ്യാനേ നോക്കുള്ളൂ അഡൽട്ട്. അല്ലാതെ അഡൽട്ടിന് ഡെവലപ്പ് ചെയ്യാനൊന്നുമില്ല, അതിന്റെ എല്ലാ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ കുട്ടികൾക്ക് ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുക. അവർ ആ യാത്രയിൽ, അവർ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള രീതിയിൽ ആ ഒരു യാത്രയിൽ തന്നെയാണ്. കുട്ടികൾ ആ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു, അതിങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു, അത് യൂസ് ചെയ്തിട്ടായിരിക്കും അടുത്ത ആക്ടിവിറ്റി ചെയ്യുന്നത്. അതെല്ലാം അവരുടെ സൈക്കിക് ഡെവലപ്മെന്റ്, മനസ്സിന്റെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എപ്പോഴും കുട്ടികൾ പ്രോസസ്സിന്റെ ആ ഒരു പ്രോസസ് എൻജോയ് ചെയ്യുന്നു, അതിന്റെ പർപ്പസ് എല്ലാം എൻജോയ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അഡൽട്ടിന് എൻഡ് റിസൾട്ട് മാത്രം മതി. നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് തുണി മടക്കി വെക്കുന്നു, നമ്മൾക്ക് എന്താ നമ്മളുടെ ഷെൽഫിൽ അത് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഇരിക്കണം. നമ്മുടെ എൻഡ് റിസൾട്ട് അതേ ഉള്ളൂ. കുട്ടി ആ ക്ലോത്തിനെ ടച്ച് ചെയ്യുന്നവരെ എൻജോയ് ചെയ്യും. അപ്പൊ ആ പ്രോസസ്സ് മുഴുവനും മനസ്സിലാക്കി എൻജോയ് ചെയ്തിട്ടായിരിക്കും കുട്ടികൾ ഫോൾഡ് ചെയ്യുന്നത്. അതിന്റെ കളർ മനസ്സിലാക്കും, അതിന്റെ ഫാബ്രിക്കിന്റെ ടെക്സ്ചർ മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ തുടർന്നും നല്ല മിനുസുണ്ടെങ്കിൽ കുറെ നേരം തൊട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ചിലപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് അലക്കിക്കൊണ്ടുവന്നതിന്റെ ഒരു സ്മെല്ലുണ്ടെങ്കിൽ അത് മണത്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അവര് പ്രോസസ്സ് കംപ്ലീറ്റ് അവർ എൻജോയ് ചെയ്യും. പക്ഷെ അഡൽട്ട് അവർക്ക് എൻഡ് റിസൾട്ട് ആ പണി എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതല്ലാതെ വേറെ ഇല്ല. അപ്പൊ കുട്ടിയുടെ വർക്ക് അഡൽട്ടിന്റെ വർക്കിൽ നിന്ന് ഡിഫറെന്റ് ആണെന്ന് കാണിക്കുന്ന ഒരു കമ്പാരിസൺ ആയിരുന്നു. നമ്മളോട് ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു 3.5 വയസ്സ് 3.5 എന്നതാക്കടെ ഒരു 3.5 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിക്ക് നമ്മൾ പിങ്ക് ടവർ കൊടുത്തു കഴിഞ്ഞാൽ, പിങ്ക് ടവർ ഓൾറെഡി നിങ്ങൾ അതിന്റെ റിപ്ലിക്ക ഉണ്ടാക്കി കഴിഞ്ഞു? ഇല്ല മിസ്സേ, അത് അപർണ മിസ് പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നോക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാലും പിങ്ക് ടവർ എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 10 സെഗ്മെന്റ്സ് ആണ് പിങ്ക് ടവറിൽ, 10 ക്യൂബ്സ് ആണ്. അതായത് ഏറ്റവും വലിയ ക്യൂബിന്റെ സൈഡ്, പിങ്ക് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഫേസ് ഉണ്ട്. 6 ഫേസും സ്ക്വയർ ആണ്. എല്ലാ സൈഡ്സും 6 സെന്റിമീറ്റർ ആണ് അല്ലെ? അല്ല 6 അല്ല 10 സെന്റിമീറ്റർ ആണ്. എല്ലാ സൈഡും ഈ 6 ഫേസിന്റെ സൈഡ്സ് എല്ലാം ഒരേ മെഷർമെന്റ് ഉള്ളതാണ്. അതാണ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ക്യൂബിന് 10 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ഡയമെൻഷൻ. അടുത്തത് 9 സെന്റിമീറ്റർ, അങ്ങനെ 1 സെന്റിമീറ്റർ ഡിഫറൻസിൽ 1 സെന്റിമീറ്റർ വരെ വരുന്ന ക്യൂബുകളാണ്. അങ്ങനെ 10 എണ്ണം. അപ്പൊ കുട്ടി ഓരോ ക്യൂബ് എടുക്കുമ്പോഴും കുട്ടിയുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ 10 സെന്റിമീറ്ററിന്റെ വുഡൻ ബ്ലോക്ക് എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പൊ ആ വെയിറ്റ് അങ്ങനെ ഓരോന്നും അടുത്ത ചെറുതാവുന്നതോറും വെയിറ്റ് കുറയുന്നു, സൈസ് കുറയുന്നു, ഷേപ്പിലും ആ ഒരു കുറവ് കാണുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ഓരോന്നിനും ഓരോ ജേണി ആയിരിക്കും കുട്ടിയെ സംബന്ധിച്ച്. ഓരോന്നായിരിക്കും മനസ്സിലാക്കുന്നത്. അഡൽട്ട് അങ്ങനെയില്ല. അഡൽട്ടിന് അറിയാം എന്താണ് ഈ പിങ്ക് ടവർ, അതെങ്ങനെ സ്റ്റാക്ക് ചെയ്യണം എന്നറിയാം. കുട്ടി ചെയ്യുമ്പോൾ ചിലപ്പോ ഏറ്റവും ചെറുത് ചിലപ്പോൾ അടിയിൽ പോവും. ഇപ്പൊ മുകളിൽ വെക്കുമ്പോ എന്തോ ഇത് തെറ്റിപ്പോയെന്ന് മനസ്സിലാക്കും, എല്ലാം മാറ്റും, വീണ്ടും ചെയ്യും. അങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്യും. പിന്നെ ഇൻട്രസ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതവണ ചെയ്യും. നമ്മളെ സംബന്ധിച്ച്, അഡൽട്ടിനെ സംബന്ധിച്ച് അവരങ്ങനെയല്ല. അപ്പൊ ഇതായിരുന്നു ലോ ഓഫ് വർക്ക്. ഇവിടെ കുട്ടികളെ സംബന്ധിച്ച് അവര് എന്താ പറയാ കളിക്കുവാണ്. പക്ഷെ ആ കളിയിലൂടെ അവരൊരു വർക്ക് ചെയ്യുവാണ്, ഒരു ആക്ടിവിറ്റി. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ അവർ പഠിക്കുവാണ്. അതാണ് ശരിക്കും ലോ ഓഫ് വർക്കിൽ വരുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുമ്പോൾ അവർ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി ആ വർക്ക് ചെയ്യും. അതാണ് നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ്. നമ്മൾ ആ ഫ്രീഡം കൊടുത്തു, കുട്ടിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാനായിട്ട് നമ്മൾ പെർമിറ്റ് ചെയ്തു.
അപ്പൊ കുട്ടി ഇൻഡിപെൻഡന്റ് ആവുകയാണ്. ഷൂ ഇടുന്നത് തന്നെത്താനെ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി സ്വന്തം ഷൂ ഇടുന്നതിൽ ഇൻഡിപെൻഡന്റ് ആവും. ഡ്രസ്സിന്റെ ബട്ടൺ ഇടുന്നതിലും അത് അവനെ കൊണ്ട് തന്നെ ചെയ്യിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങ് ഇൻഡിപെൻഡന്റ് ആവും. അപ്പൊ നമ്മൾ ഫ്രീഡം കൊടുത്തപ്പോ കുട്ടി ഇൻഡിപെൻഡന്റ് ആയി. നെക്സ്റ്റ് അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇനി ഫ്രീഡം കൊടുക്കുന്നു, ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള ഫ്രീഡം, ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്ത് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള ഫ്രീഡം. ഇഷ്ടമുള്ള ആക്ടിവിറ്റി ആവുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മറ്റുള്ള ആൾക്കാരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യില്ല, ശ്രദ്ധിച്ചിരുന്ന് ചെയ്യും അല്ലെ. ഇഷ്ടമല്ലാത്ത കാര്യമാണ് നമ്മൾ നിർബന്ധിച്ചു കൊടുക്കുന്നെങ്കിൽ അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല, അവരത് അവിടെ ഇട്ടിട്ടോ ചിലപ്പോൾ ദേഷ്യം വന്ന വലിച്ചെറിയും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇഷ്ടമുള്ളത് കൊടുത്ത് അവർക്ക് ഫ്രീഡം കൂടെ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, അവർ നല്ല രീതിയിൽ അത് ശ്രദ്ധയോടെ ചെയ്യും. കുട്ടിയുടെ പവർ ഓഫ് അറ്റൻഷനും കോൺസെൻട്രേഷനും അവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അടുത്ത 2 പോയിന്റ്സ് ഞാനൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. നെക്സ്റ്റ് ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അത് ഫസ്റ്റ് ആ ചെറിയ പാരഗ്രാഫും അത് കഴിഞ്ഞുള്ള 2 പാരഗ്രാഫും കൂടെ ഒന്നാരെങ്കിലും വായിക്കാമോ? യെസ്, മിസ് ഞാൻ വായിച്ചോട്ടെ. വായിക്കൂ. Law of independence. Little children, from the moment they are born and are making their way towards independence. In their childhood, children fight for independence. Through the process of evolution, the child earns more independence and uses this to allow his own inner guide for his actions. For Montessori, the attainment of independence is needed to the child's normal development. No one can be free unless he is independent. The child uses his independence to hear to his own inner guide for actions that can be useful to him. In fact, he who is served is controlled in his independence. We habitually serve children, and this is not an only act of servility towards them, but it is dangerous since it tends to suffocate their useful, spontaneous activity. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. കൊച്ചുകുട്ടികളെ നമ്മൾ അവര് ചെറിയ കുഞ്ഞായിരുന്നപ്പോ നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് അവര് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നല്ലേ. കാരണം അപ്പൊ അവർക്ക് ഒന്നും പറ്റില്ല, തന്നെത്താനെ അവർക്ക് പറ്റില്ല, അവർ ഇൻകേപ്പബിൾ ആണ്. അപ്പൊ അവരെ ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മൾ അവരെ ഫ്രീ ആക്കുവാണെങ്കിൽ, ആ ഒരു ഡിപ്പെൻഡൻസിന്ന് ഫ്രീ ആക്കുക, അതാണ് വീൻഡ് എന്നുള്ളതിന്റെ മീനിങ്. ഫ്രീഡ് ഓഫ് ഡിപ്പെൻഡൻസിന്ന് ഫ്രീ ആക്കുന്നു. വീൻഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സെന്റൻസിൽ ഒരു വാക്കാണ്, WEANED. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഡിപ്പെൻഡൻസി കുറച്ച് കൊണ്ടുവന്ന് അവരെ ഫ്രീ ആക്കുമ്പോൾ അവരവരുടെ ഇൻഡിപെൻഡന്റ് ആകുന്ന വഴിയിലേക്കാകും. അല്ലാതെ 4 വയസ്സായാലും 5 വയസ്സായാലും നമ്മൾ തന്നെ ഭക്ഷണം വാരി കൊടുക്കുന്നു, അങ്ങനെ അവര് ആ ഒരു ഏജിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി പാരന്റ്സ് ചെയ്യുമ്പോൾ അവർ വീണ്ടും ഡിപ്പെൻഡന്റ് ആകുവാണ്. അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ കുറഞ്ഞിരിക്കും, അത് ഡെവലപ്പ് ആകില്ല. പലപ്പോഴും നമുക്ക് കാണാം കുഞ്ഞു പ്രായത്തിൽ അവര് ഇങ്ങനെ വാശി പിടിക്കുന്നത്, ഞാൻ ചെയ്തോളാം എന്ന്. ഭക്ഷണം കൊടുക്കുമ്പോ ഞാൻ കഴിച്ചോളാം, ഉടുപ്പ് ഇടിക്കുമ്പോ ഞാൻ ഇട്ടോളാം, ഷൂ എല്ലാം കുളിപ്പിക്കുമ്പോഴും ചിലപ്പോൾ പറഞ്ഞിരിക്കും ഞാൻ ചെയ്തോളാം. അവരെപ്പോഴും ഫൈറ്റ് ചെയ്യും ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു സമയത്ത് കുട്ടിയെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അനുവദിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. ഇപ്പൊ മിക്ക പാരന്റ്സും എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വളരെ കുറച്ച് പേരെ ഇങ്ങനെ പാമ്പർ ചെയ്ത് ഒന്നും കുട്ടിയെ നിലത്തിറക്കാതെ അങ്ങനെയൊക്കെ കൊണ്ട് നടക്കും. കുറെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന കുട്ടികളുണ്ടല്ലോ മിസ്, ഒറ്റ കുട്ടിയൊക്കെ ഉണ്ടല്ലോ, കുറെ വർഷങ്ങൾ കാത്തിരുന്നുണ്ടാകുന്നു, അവരൊക്കെ മിക്കവാറും അങ്ങനെയായിരിക്കും. എന്റെ നാത്തൂന്റെ കുട്ടി അങ്ങനെയാണ്. അവര് 7 വർഷം കൂടി നോക്കി ഇരുന്നുണ്ടായതാ. അവനിപ്പോഴും ഒരു കാര്യം തന്നെ ചെയ്യില്ല. 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശരി,
മിസ് എന്റെ 2 മക്കളും അതെ. വേറെ എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ ഫുഡ് വാരി കഴിക്കൂല. മോന് 11 വയസ്സായി, ഇപ്പഴും വാരി കൊടുക്കണം. അത് ശരി. മോൾക്ക് 8 വയസ്സും. സ്കൂളിൽ പോകുമ്പോഴോ? സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ അവിടെ ഇരുന്നിട്ട് കഴിക്കും, സ്കൂളിൽ ലഞ്ച് കഴിക്കും, തന്നെ കഴിക്കും. വീട്ടില് വന്നു കഴിഞ്ഞാ ഞാൻ തന്നെ വാരണം. ഞാൻ ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കൂല, അങ്ങനത്തെ ഒരു മല്. പിന്നെ കഴിക്കാൻ ഭയങ്കര മടി. വെജിറ്റബിള് ഞാൻ വാരിയാ മാത്രമേ കഴിക്കുള്ളൂ. അവര് കൈ കൊണ്ട് തൊട്ട് കഴിക്കില്ല വെജിറ്റബിൾ ഒന്നും, വെറുതെ പച്ചച്ചോറ് തിന്നും. ഞാൻ ഇപ്പൊ അത് കേട്ടപ്പോഴേ അവര് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും, മിസ്സിന്റെ ഇത് കേൾപ്പിച്ച് കൊടുക്കുന്നു, ഞാനിത് കേൾക്കാൻ പറഞ്ഞിട്ട്. അവർക്കൊന്നും ചോറുള്ളൂ റമദാനായപ്പോ. അപ്പൊ ഞാൻ പറയുന്നത് കണ്ടില്ല, 4 വയസ്സ് മുതൽ കുട്ടികൾ തന്നെ കഴിക്കണം. അപ്പൊ അത് 2 പേരിന്ന് കേൾക്കുന്നു. അത് ശരി. 2 പേര് പറയണ്ട, ഓ ഈ മിസ് ഈ ടീച്ചർ എന്തിനാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയണ. അത് ചിലപ്പോ അമ്മോടുള്ള ഒരു ബോണ്ടിങ്, ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും. സ്കൂളിൽ വെച്ച് അവർ തന്നെ കഴിക്കുന്നുണ്ടല്ലോ, അവർ തന്നെ കഴിക്കാൻ അറിയാം. അവര് അക്കാര്യത്തില് ഇൻഡിപെൻഡന്റ് തന്നെയാണ്. പിന്നെ ഇപ്പൊ ബോണ്ടിങ് പറഞ്ഞപ്പോ മോന് പറയാ അതാണെന്ന്. ഓക്കെ. അത് പക്ഷെ ശരിക്കും എന്താ പറയാ, ഒരു അറ്റാച്ച്മെന്റിന്റെ കേട്ടോ. അവരിപ്പോ എവിടെ ദൂരെ എവിടെ പോയാലും അവർക്ക് അത് ഉണ്ടാവും. അപ്പൊ അവരെല്ലാം നമ്മോട് ഷെയർ ചെയ്തോളും, എന്ത് കാര്യമാണെങ്കിലും. ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ അവരെ മടിക്കുന്നുണ്ടെങ്കിലും. ഓക്കെ. ഈ ഒരു ഇൻഡിപെൻഡൻസ് അത് നോർമൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. കുട്ടികളുടെ നോർമൽ ഡെവലപ്മെന്റിനാണ് അവർ ഇൻഡിപെൻഡന്റ് ആകുന്നത്. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ പറയുന്നുണ്ട്, നോ വൺ ക്യാൻ ബി ഫ്രീ അൺലെസ് ഹി ഈസ് ഇൻഡിപെൻഡന്റ്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്കിയാലാണ് അവർ ഫ്രീ ആവുള്ളൂ. അല്ലെങ്കിൽ അപ്പോഴും ഇപ്പൊ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അതുവരെ നമ്മൾ ഒരാളുടെ കൺട്രോളില്, വലിയൊരു ഇതിന്റെ കൺട്രോളിലായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രീ ആകണമെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്. ഇങ്ങനെ ഫ്രീ ആകുമ്പോഴാണ് നമ്മളുടെ ഇന്നർ ഗൈഡ്, നമ്മൾ പറയില്ലേ ഒരു ഉൾവിളി എന്ന് പറയില്ലേ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു, സെയിം തന്നെ കുട്ടികളിലും ഉണ്ട് ഈ ഇന്നർ ഗൈഡ്. ഇന്നർ ഗൈഡ് ആണ് അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. പിന്നെ അവരുടെ മെമ്മറി ഷാർപ്പായിരിക്കും. അവർ ചുറ്റും കാണുന്നതൊക്കെ ഇങ്ങനെ മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെച്ചേക്കും, ആ ഒരു ഇംപ്രഷൻസ് ഉണ്ട്. അത് പിന്നീട് റീകളക്ട് ചെയ്ത് അതിനെ റിഫ്ലക്ട് ചെയ്യിച്ചാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. കുട്ടികൾ പടം വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ പടം വരച്ചിട്ട് ഒരു തലേ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കണ്ട ഏതെങ്കിലും വണ്ടിയായിരിക്കും ചിലപ്പോൾ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ആനയായിരിക്കാം, എന്തെങ്കിലും. അങ്ങനെ മേ ബി ചിലപ്പോൾ സാമ്യം ഉണ്ടാവാം, ചിലപ്പോൾ സാമ്യം ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ആ മെമ്മറിയാണ്, ഇംപ്രഷൻസ് ആണ് അവർ ആ പേപ്പറിലേക്ക് വരച്ച് കാണിക്കുന്നത്. അപ്പൊ അതെല്ലാം അവരുടെ ഇന്നർ ഗൈഡ് ആണ്. അപ്പൊ ഈ നമ്മൾ ജഗ്ഗില് വെള്ളം ഒഴിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈം കുട്ടി ചെയ്തു, മാക്സിമം എഫേർട്ട് എടുത്തു, വെള്ളം സ്പിൽ ഔട്ട് ആയി. അപ്പൊ ഇത് ഓർമ്മയിലുണ്ടാവും. സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ ഈ ഓർമ്മയാണ്. ഇന്നർ ഗൈഡ് പറയും, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോ ഇങ്ങനെ ഒഴിച്ചപ്പോ വെള്ളം തുളുമ്പിപ്പോയി. അപ്പൊ അവര് രണ്ടാമത് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കും. ചിലപ്പോ സ്പിൽ ഔട്ട് ആവുന്നതിന്റെ അളവ് കുറയും. വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കും. ശരിക്കും അവർ ഡെവലപ്പ് ആകുക, ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവര് കുറെ കൂടെ അവർ കറക്റ്റ് ആകുക. ഓക്കെ. അപ്പൊ റിപ്പീറ്റേഷൻ ആണ് അവര് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് ഡെവലപ്പ് ആകുന്നത്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു കേസിൽ നമ്മളിങ്ങനെ എപ്പോഴും അയ്യോ കൊച്ചു തന്നെ ചെയ്യണ്ടല്ലോ എന്ന് പറയും, നമ്മൾ അവരെ സെർവ് ചെയ്യും. ആക്ച്വലി നമ്മൾ അങ്ങനെ സെർവ് ചെയ്യുന്നത് ശരിക്കും ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ അവരെ സഫോക്കേറ്റ് ചെയ്യുവാണ്. അവരുടെ സ്പോണ്ടേനിയസ് ആയിട്ട് വരേണ്ട പല കാര്യങ്ങളെയും നമ്മൾ അങ്ങോട്ട് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും കുഞ്ഞല്ലേ, അതെങ്ങനെയാ ചെയ്യണത്, നമുക്കത് ചെയ്തു കൊടുക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അവരുടെ സ്പോണ്ടേനിയസ് ആയിട്ട് വരേണ്ട പല കാര്യങ്ങൾക്കും തടസ്സവും. കാരണം ബാക്കിയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ കുട്ടി ചെയ്യുന്നത് പലതും മെക്കാനിക്കലായിരിക്കും. സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറലി വരണം, അപ്പോഴാണ് ഡെവലപ്മെന്റ് വരുള്ളൂ. ഈ ഒരു ഡെവലപ്മെന്റ് എല്ലാ ഏരിയയുമായിട്ട് കണക്ട് ചെയ്യും. കുട്ടി ഈവൻ ജഗ്ഗിന്ന് വെള്ളം ഒഴിക്കുമ്പം അതിന്റെ ഫൈൻ മോട്ടോർ സ്കിൽസിലും ഡെവലപ്മെന്റ് ഉണ്ടാവും. അത് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, വളരെ ഇങ്ങനെ ശ്രദ്ധിച്ചായിരിക്കും ചെയ്യുക. കുട്ടിയുടെ കോൺസെൻട്രേഷൻ അവിടെ ഡെവലപ്പ് ചെയ്യുവാണ്. കുട്ടി ആ ഒരു ഹോൾഡ് ചെയ്യുന്നത് അവിടെ വിരലിന്റെ എല്ലാം അപ്പൊ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടിയുടെ പല ഏരിയയിലുള്ള ഡെവലപ്മെന്റിലാണ് അതിന്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ.
അപ്പൊ ശരിക്കും നമ്മൾ ഡെവലപ്പ് ആകണമെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ നമ്മൾ തന്നെ ചെയ്യണം എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. അതാണ് മോണ്ടിസോറി റീഡിങ് ആൻഡ് റൈറ്റിംഗ് കുട്ടികളെ കമ്പൽ ചെയ്ത് ചെയ്യിക്കാതിരുന്നത്. പക്ഷെ എപ്പോഴും പാരന്റ്സിന്റെ ഒരു കൺസേൺ ആണ്. ഇപ്പൊ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാണല്ലേ, ടീച്ചർമാരോട് പറയും ഹോംവർക്ക് എന്തെങ്കിലും കൊടുക്കൂ, ടീച്ചർ എന്തെങ്കിലും എഴുതാൻ കൊടുക്കൂ, എന്തെങ്കിലും വായിക്കാൻ കൊടുക്കൂ എന്നൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, പ്രത്യേകിച്ചും ചെറിയ ക്ലാസ്സില്. അപ്പോൾ മോണ്ടിസോറി സ്കൂളിലും ഡോക്ടർ മോണ്ടിസോറിയുടെ അടുത്ത് ഇതുപോലെ തന്നെ പാരന്റ്സ് വന്ന് പറയുമായിരുന്നു, കുട്ടികളെ എഴുതിപ്പിക്കൂ, അവരെ എഴുതിക്കൂ. കാരണം സ്കൂളിൽ ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഫസ്റ്റ് വരുന്നത് എഴുതുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഡോക്ടർ മോണ്ടിസോറിക്ക് പക്ഷേ നിർബന്ധിച്ച് കുട്ടികളെ എഴുതിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അവര് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾ ചെയ്തോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്? സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് യെസ്. നമ്മുടെ വീട്ടിലെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ പാരന്റ്സിനോട് തന്നെ ചോദിച്ചാൽ അറിയാം, ആദ്യ കാലങ്ങളിലൊക്കെ അവര് ഈ എഴുത്ത് കളരി ഉണ്ടായിരുന്നു. എഴുതിക്കൊണ്ടിരുന്നത് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കളരി പോയിട്ടുണ്ട്. മണല് വിരിച്ചിട്ട് അതിലാണ് നമ്മൾ എഴുതി പഠിക്കുന്നത്. എന്റെ അച്ഛൻ, അതായത് അച്ഛന്റെ അച്ഛൻ കളരിയാശാനായിരുന്നു. കുറേ പേര് ഇങ്ങനെ പഠിക്കാൻ വരുമായിരുന്നു നമ്മുടെ ആ സമയത്ത്. അപ്പൊ ഇങ്ങനെ മണലിലെഴുതും. അതേ എഫക്ട് തന്നെയാണ് നമുക്ക് ഈ സാൻഡ് പേപ്പർ ലെറ്ററിലും ഇത്. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ലപോലെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, കുട്ടികളുടെ ഫിംഗർ ടിപ്സിനെ ട്രിഗർ ചെയ്യും. അപ്പൊ നേരെ ബ്രെയിനിലായിരിക്കും അതിന്റെ ഒരു സ്റ്റിമുലേഷൻ വരുന്നത്. അപ്പൊ ആ ലെറ്ററിന്റെ ഇമേജ് അവരുടെ മനസ്സിലുണ്ടാവും. പിന്നെ അവര് തന്നെത്താനെ പേപ്പർ പേന എടുത്തിട്ട് ഇതങ്ങോട്ട് അതിലേക്ക് വരച്ചു വെക്കുക. അവര് പറയുന്നത് ആദ്യം എന്താ, ഞാൻ എ വരച്ചു. എഴുതിയത് കുട്ടികൾ ആരും ആദ്യം പറയാറില്ല, ഞാൻ എ വരച്ചു, ബി വരച്ചു എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അവർക്ക് ഡ്രോയിങ് ഉള്ള കൺസെപ്റ്റ് ആണ് അവർക്ക് കൂടുതൽ. സോ അങ്ങനെയാണ് ആ ഒരു റൈറ്റിങ്ങിലേക്ക് ആക്കുന്നത്. ഇതില് നമുക്കൊരു 5 കാര്യങ്ങളും അറിയാം. മോണ്ടിസോറി പറയുന്നുണ്ട് കുട്ടികളിൽ ഇൻഡിപെൻഡൻസ് വരുന്ന 5 കാര്യങ്ങൾ. ഇൻഡിപെൻഡൻസ് വരുമ്പോൾ ശരിക്കും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക. വലുതാവുമ്പോഴല്ല ശരിക്കും ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ആ ഒരു അഡൾട്ട് ആയി കഴിഞ്ഞാൽ അയാളുടെ ഡ്രസ്സിങ്ങും ബാക്കിയെല്ലാം ആറ്റിറ്റ്യൂഡും ഒക്കെ നോക്കിയിട്ട് വരും. പക്ഷെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെറുപ്പം തുടങ്ങിയാണ് ആവുന്നത്. അതാണ് നെക്സ്റ്റ്. ഓരോരോ സ്റ്റേജിലേക്ക് കുട്ടികൾ കടന്നു ചെല്ലുമ്പോൾ അടുത്തടുത്ത സ്റ്റേജിലേക്കുള്ള ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് പ്രീവിയസ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അങ്ങനെ എനിക്ക് എന്റെ മോന്റെ ഓപ്പൺ ഹൗസിന് പോകണം. 2:30 3 വരെയുള്ളൂ. ഓക്കെ, സോ നിങ്ങളൊന്ന് വായിക്കൂ. വായിച്ച ഇച്ചിരി ഒരു കണ്ടന്റ് ഇച്ചിരി ടഫായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓൺ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തപ്പോ തന്നെ മനസ്സിലായില്ലേ, മക്കളും കൂടെ കേൾക്കില്ലേ? ഓക്കെ തന്നെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. കുറെ പേരൊക്കെ ഇത് ടീച്ചിങ് പ്രാക്ടീസിന് പോയിരിക്കുകയാണല്ലേ? Sign out on madam. Yes, please. Today it was very helpful class. Thank you for Jisha Miss of the wonderful section, and I am sign out for the section. Have a nice day. Thank you, Miss. Okay, thank you, ma'am. അശ്വിത ഒരു ലഞ്ച് കഴിച്ചോ? പോയോ? നോമ്പാണല്ലോ. ചേർന്നോ? ഞാൻ ലഞ്ച് കഴിച്ചോന്ന് ചോദിക്കുവായിരുന്നു. അപ്പൊ തന്നെ ഓർത്തു നോമ്പാണല്ലോ. ഫാസ്റ്റിംഗ്. നോമ്പ് തുറക്കുന്ന സമയത്തും ഇതുപോലെ വാരി കൊടുക്കണോ? അതാകുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കുമ്പോ വീണ്ടും വരണം. ചോറുണ്ണാൻ മാത്രം പ്രശ്നം കാണുള്ളൂ അല്ലേ? ബാക്കിയുള്ളതിനൊന്നും പ്രശ്നമില്ല. എന്നാ പുറത്ത് പോയാലൊന്നും ഇല്ല കേട്ടാ. കല്യാണങ്ങൾക്ക് പോകുമ്പോ അവനക്കതൊരു നാണക്കേടാവും. നമ്മ വരാൻ പാടില്ല. അപ്പൊ വേറെ എവിടെയെങ്കിലും പോയിരുന്നോളും. അങ്ങനെ കേട്ടപ്പോഴേ നല്ല ചിരി. അവന് ഇപ്പറ വന്നത് പെട്ട പോലെ. ഇത് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുക, തന്നെ കഴിക്കണം, ഹോസ്റ്റലിൽ പോയാൽ നിന്റെ കൂടെ എനിക്ക് വരാൻ പറ്റുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്ക. അതൊന്നും കേൾക്കൂല. അപ്പൊ ഇപ്പൊ വന്നപ്പോ ആകെ പെട്ട പോലെ ഇരിക്കായിരുന്നു. താങ്ക് യു മിസ്.